നമ്മൾ കുഞ്ഞിലെ ഇഗ്നോർ ചെയ്യുന്ന പല കാര്യങ്ങളുടെയും വില വളർന്നു കഴിഞ്ഞാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാനൊരു +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ കിച്ചണിലേക്ക് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവാകുമായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമല്ല. പിന്നെ അന്നൊക്കെ കഴിച്ച പ്ലേറ്റ് പോലും ഞാൻ കഴുകി വെക്കില്ലായിരുന്നു. അപ്പോൾ ഒക്കെ കോളേജിൽ പോകാൻ വേണ്ടിയൊക്കെ രാവിലെ റെഡി ആകുമ്പോൾ അമ്മ രാവിലെ എഴുന്നേക്കും. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ട് എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. അന്ന് അമ്മ അതിൻ്റെ പിന്നിലിട്ടിരുന്ന എഫേർട്ടൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഓരോ എക്സ്ക്യൂസ് പറയുമ്പോൾ അമ്മ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാനിപ്പോൾ പറയുന്നതിൻ്റെ വിലയൊന്നും നീ ഇപ്പം മനസ്സിലാക്കില്ല, നീ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകുമ്പോഴായിരിക്കും നിനക്ക് ഈ പറയുന്നതിൻ്റെ വിലയൊക്കെ മനസ്സിലാവുന്നതെന്ന്. അന്ന് ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഞാനും അപ്പം തിരിച്ച് പറയുമായിരുന്നു, അതപ്പം ആലോചിച്ചാൽ പോരെ, അതിനെപ്പറ്റിയൊക്കെ ഇപ്പം ആലോചിച്ചിരിക്കണമെന്ന്. പക്ഷേ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോഴും എനിക്ക് അവിടെ കുക്കിംഗ് ചെയ്യേണ്ട വലിയ കാര്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അവിടെ മമ്മി നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ മമ്മിക്ക് ആകെ വേണ്ട ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അതും വളരെ റെയറാണ് കേട്ടോ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ വിളിക്കുന്നത്. ആളെല്ലാം തന്നെയാണ് അവിടെ ചെയ്യാറ്. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 2 വർഷമായി. ഞാൻ ആ വീട്ടിൽ എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, മമ്മിയാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഞാൻ ലക്കിയായിരുന്നു. പക്ഷേ ഇതെല്ലാം മാറിയത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ UAE തനിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ. ഇവിടെ ആൾക്ക് രാവിലെ ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീച്ച് ഫുഡ് ഉണ്ടാക്കണം, വീട് നോക്കണം, ക്ലീൻ ചെയ്യണം, ഡ്രസ്സ് വാഷ് ചെയ്യാനിടണം. ഇതൊക്കെ സ്വന്തമായി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ ചെയ്തിരുന്ന ഓരോ ചെറിയ കാര്യത്തിൻ്റെയും വില എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാമായിരുന്നെന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യാറില്ലേ എന്ന്. ആളെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ, എന്നെ പ്ലേറ്റ് വാഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കണം. അത് മാറി എനിക്ക് ദേഷ്യം വരാറുണ്ട്. അപ്പോൾ പണ്ട് എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നു. ഞാൻ എന്തെങ്കിലും ക്ലീനിങ്ങിന് കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ പറയും, ഞാൻ വെക്കുന്നിടത്ത് തന്നെ കൊണ്ടുവെക്കണം, നീ അവിടെ എവിടെയും കൊണ്ടിടല്ലേ എന്ന്. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നാലും ഞാൻ പറയും, സോപ്പിട്ട് വെച്ചാൽ മതി പ്ലേറ്റൊക്കെ, ഞാൻ തന്നെ അത് കഴുകി വെച്ചോളാം എന്ന്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാനും എൻ്റെ അമ്മയെപ്പോലായി വരുവാണെന്ന്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ബുക്കിൽ നിന്നല്ല പഠിക്കുന്നത്, ലൈഫ് തന്നെ നമ്മളെ പഠിപ്പിക്കും. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളുടെ അർത്ഥം വളർന്നു കഴിയുമ്പോൾ ജീവിതം തന്നെ നമ്മളെ പഠിപ്പിക്കും എന്ന് പറയുന്നത് എന്ത് ശരിയല്ലേ?